യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട വിഷയമാണ് ന്യൂസ് 18 പൊതുവേദി ചർച്ച ചെയ്യുന്നത്. മറ്റൊരു പ്രേക്ഷകനുണ്ട്, ശ്രീകുമാറാണ് ചെങ്ങന്നൂരിൽ നിന്നും. ശ്രീകുമാർ, താങ്കൾക്ക് ഈ വിഷയത്തിൽ എന്താണ് പറയാനുള്ളത്? ശുദ്ധ രാഷ്ട്രീയ മര്യാദകേടാണ് കാണുന്നത്. ഹലോ, പറഞ്ഞോളൂ, താങ്കൾ പറഞ്ഞോളൂ. താങ്കൾ ആ ടെലിവിഷൻ മ്യൂട്ട് ചെയ്ത ശേഷം സംസാരിക്കുക, ഫോണിൽ മാത്രം ശ്രദ്ധിച്ച് സംസാരിക്കുക. രാഷ്ട്രീയ മര്യാദകേടാണ് കാണിച്ചത്. രാഷ്ട്രീയ മര്യാദകേടാണ് കാണിച്ചത്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ജയിലുകളെല്ലാം ഡിവൈഎഫ്ഐക്കാരനെയും മാർക്സിസ്റ്റുകാരനെയും. ശരി, മറ്റു പ്രശ്നത്തിലേക്ക് പോകുന്നുണ്ട്. ബൈജു ആണ്. ശ്രീ ബൈജു, താങ്കൾക്ക് ഈ അറസ്റ്റിനെ സംബന്ധിച്ച് എന്താണ്? രണ്ട് ഭരണപക്ഷവും പ്രതിപക്ഷവും വ്യത്യസ്തമായ ന്യായവാദങ്ങളാണ് നിരത്തുന്നത്. താങ്കൾ അതിൽ ഏത് വാദത്തോടാണ് യോജിക്കുന്നത്? നമസ്കാരം സാറേ. നമസ്കാരമുണ്ട്, പറഞ്ഞോളൂ. സാറേ, ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യമുള്ളൂ സാറേ. എന്ന് പറഞ്ഞാൽ എനിക്കും സാറിനും രാഹുൽ മാങ്കൂട്ടത്തിനും എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഒരു വ്യത്യാസവുമില്ല. നിയമത്തിന് മുന്നിൽ നിയമം തമ്മിലെല്ലാം തുല്യരാണ്. ഇവിടെ നമ്മൾ, ഞാൻ നിഷ്പക്ഷമാണ് കേട്ടോ, നമ്മളിവിടെ കേൾക്കുന്നത് താങ്കൾ ഒരു പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ പാർട്ടിയും ചേർന്ന് പ്രവർത്തിക്കുന്ന ആളല്ല. അല്ലല്ല, ഒരിക്കലും അല്ല. ഞാൻ കേട്ടോട് ഒരു അഭിപ്രായം പറഞ്ഞ സാറേ. പറഞ്ഞോളൂ. ഇവിടെ ചോദിക്കുന്നത്, വെളുപ്പിന് പോയി രാഹുൽ മാങ്കൂട്ടത്തെ അറസ്റ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞത്. പുള്ളി ഒരു MP ആയി MLA ഒരു നിയമസമാജൻ ആരുമല്ല. നമ്മളല്ല, ഓരോ പ്രേക്ഷകർ അവരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞാണ്. നമ്മളിപ്പോ എല്ലാ പ്രേക്ഷകരും പറയുന്ന അഭിപ്രായത്തിന് ഞാൻ പറയുന്നു സാറേ. സാറ് ഈ സെയിം കുറ്റത്തിൽ 6 പെട്ടാലും സാറിന്റെ വീട്ടിൽ കയറി ഈ അറസ്റ്റ് ചെയ്താൽ ഈ കാണുന്ന കോലാഹലം ഉണ്ടാവുമോ സാറേ? എന്റെ വീട്ടിൽ കയറി ചെയ്താൽ ഉണ്ടാവുമോ സാർ? സാധാരണഗതിയിൽ ഇത്തരത്തിൽ ഒരാളെ അങ്ങനെ വീട്ടിൽ കയറി വെളുപ്പാങ്കാലത്തേക്ക് അറസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അയാൾ സ്റ്റേഷനിൽ വിളിച്ചാലോ അല്ലെങ്കിൽ അറസ്റ്റ് ഇതിനോ വരാൻ തയ്യാറാവാത്ത ആളുകളെയാണ് അത്തരത്തിൽ ചെയ്യുക. അല്ലെങ്കിൽ സാധാരണഗതിയിൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഹാജരാവാൻ ആവശ്യപ്പെട്ടാൽ ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയിലേക്ക് ആളുകൾ ഹാജരാവാറുണ്ട്, അല്ലെങ്കിൽ പൊതുജനങ്ങൾ ഹാജരാവാറുണ്ട്. സാറേ, ഈ രാഹുലിന്റെ കൂട്ടത്തിലെ കൂട്ടുപ്രതികൾ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് വിട്ടിട്ടുണ്ടല്ല. സ്വാഭാവികമായിട്ടും രാഹുലിനറിയാം എന്നെ അറസ്റ്റ് ചെയ്യാൻ, ഉറപ്പായിട്ടും അറസ്റ്റ് ചെയ്യുന്ന അറിയാലോ സാറേ. അല്ല സാറേ? ശരി, അതിപ്പോ എനിക്ക് അതിന് ഉത്തരവൊന്നും കൃത്യമായി പറയാൻ കഴിയില്ല. ഒരു അറസ്റ്റ് ഉണ്ടാകണം. നമ്മൾ സ്വസ്ഥമായിട്ട് ജീവിക്കുന്ന ഈ കേരളത്തിൽ ഒരു കലാപം ഉണ്ടാകണം സാറേ. സാറ് ഞാനൊക്കെ നമ്മൾ വേലയെടുത്ത് സ്വസ്ഥമായിട്ട് ജീവിക്കല്ലേ? ഇത് വ്യക്തമായിട്ട്, ഞാൻ രാഷ്ട്രീയക്കാരനല്ല, വ്യക്തമാണ് രാഹുൽ മാങ്കൂട്ടത്തിന് അറിയാം, ഉറപ്പായിട്ട് എന്നെ അറസ്റ്റ് ചെയ്യും. രാഹുൽ മാങ്കൂട്ടത്തിന് അറിയാമെങ്കിൽ അറസ്റ്റ് ചെയ്യുന്ന പോലീസല്ലേ? കേസിൽ പ്രതിയാണല്ലോ. പ്രതിയാണ്. അതിന് ഇത് നേരിട്ട് അദ്ദേഹം എങ്ങനെയാണ് താങ്കൾ പറഞ്ഞത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലായില്ല. സാറിന് പനിയുണ്ട്, സാറ് മരുന്ന് മേടിക്കുമല്ല, ഉറപ്പാണ്. എന്നാൽ രാഹുൽ കേസിൽ പ്രതിയാണ്. രാഹുലിന് മുൻകൂട്ടി അറിയാം. ജാമ്യം എടുക്കണ്ടേ? മുൻകൂർ ജാമ്യം എടുക്കണമെന്ന് അതൊക്കെ ഓരോരുത്തരുടെ തീരുമാനമല്ലേ. മുൻകൂർ ജാമ്യം എടുക്കണോ വേണ്ടയോ എന്നല്ല. സാറേ, പുള്ളിയുടെ കൂട്ടുപ്രതികൾ അറസ്റ്റ് ചെയ്യപ്പെട്ട റിമാൻഡിലാണ്. ശരി, അതൊക്കെ താങ്കൾ പറഞ്ഞത് ഓരോരുത്തർക്ക് തീരുമാനമെടുക്കാം. ഏത് തരത്തിൽ വേണം കേസിനെ നേരിടേണ്ടത്, രാഷ്ട്രീയമായി നേരിടാം, അല്ലാതെ നേരിടാം, ഒക്കെ നേരിടുന്നതിന് പല രീതികളുണ്ട്. അത് വ്യക്തികളുടെ തീരുമാനം മാത്രമാണ്. നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. രാജനാണ് കൊല്ലത്തു നിന്നും. ശ്രീ രാജൻ, താങ്കൾക്ക് പറയാം. സാറേ, പിന്നെ രാവിലെ ചായ കുടിയൊക്കെ കഴിഞ്ഞ ഒരു 11 മണിക്ക് അറസ്റ്റ് ചെയ്യാൻ ചെന്നാല് അവിടെ ഒരു 50,000 പണിയില്ലാത്ത PCCയുടെ നേതാക്കന്മാരെല്ലാം കൂടി അവിടെ വലിയ സീനുണ്ടാക്കി ആകെ നാശമാക്കിയനി. 5 മണിക്ക് പോലീസ് ചെന്നത് അതുകൊണ്ടാണ്. ഞാൻ പറഞ്ഞ 5 മണിക്കല്ല, 4 മണിക്കേ ചെല്ലണമായിരുന്നു. പിന്നെ രണ്ടാമത്തെ കാര്യം, രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ അന്ന് കാണിച്ചു കൂട്ടിയത് സാറ് നിങ്ങളുടെ ചാനൽ കാണിച്ചാണല്ലോ. 10 ലക്ഷം രൂപയിൽ കൂടുതൽ നഷ്ടം ഉണ്ടാക്കി. അവിടെ പോയ ആൾക്കാരെ തിരിച്ചു വിളിച്ച് അവിടെ അടി ഉണ്ടാക്കി. 2 പോലീസുകാരെ അടിച്ച് താഴെ ഇട്ടു. എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഈ കെ സുധാകരൻ എന്താ പറഞ്ഞെന്നറിയാമോ? രാഹുൽ മാങ്കൂട്ടത്തെ അറിയത്തില്ല, പുള്ളി കോൺഗ്രസുമായിട്ട് ബന്ധമില്ലെന്ന്. കാരണം 5000 കള്ളവോട്ട് ചെയ്ത് ജയിച്ച നേതാവാ പുള്ളി. രാഹുൽ മാങ്കൂട്ടത്തിനെ അറിയില്ല എന്നൊന്നും എനിക്ക് മനസ്സിലായി. രാഹുൽ മാങ്കൂട്ടത്തിനെ അറിയില്ല, താങ്കൾ തെറ്റായ ഒരു പ്രസ്താവന നടത്തരുത്. രാഹുൽ മാങ്കൂട്ടത്തിനെ അറിയില്ല എന്ന് ആൾക്കാർ പറയുന്ന കാര്യം കേൾക്കാണ് ഞങ്ങൾ ഇരിക്കുന്നത്. സാറിന്റെ അഭിപ്രായം അല്ല കേൾക്കേണ്ടത്. കേട്ട്, പക്ഷെ തെറ്റായ ഒരു അഭിപ്രായം പറയരുതല്ലോ. മുമ്പേ പറഞ്ഞ സുരേന്ദ്രൻ പോലീസുകാരനാണ്. ആയിക്കോട്ടെ, ശരി, ഓക്കെ. അത് അദ്ദേഹത്തിന്റെ അഭിപ്രായം. ശ്രീ രാജനാണ് അഭിപ്രായം പറഞ്ഞത്. എന്തായാലും പൊതുവേദിയുടെ സമയം അവസാനിക്കുകയാണ്. വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ് പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നുണ്ടായത്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അറസ്റ്റ് സ്വാഭാവികമായ അറസ്റ്റാണ്. രാഹുലിനെ ഇങ്ങനെ ഒരു കേസുണ്ടായാൽ, പൊതുമുതൽ നശിപ്പിച്ചാൽ അറസ്റ്റ് ഉണ്ടാവും എന്നത് സ്വാഭാവികമായ നിയമ നടപടിയുടെ ഭാഗമാണ്. അതിന് വെളുപ്പാങ്കാലത്ത് ചെന്നോ രാത്രി ചെന്നോ എന്നുള്ള വ്യത്യാസമില്ല എന്ന അഭിപ്രായം പറഞ്ഞവരുണ്ട്. പക്ഷേ ഒരു തീവ്രവാദിയൊക്കെ അറസ്റ്റ് ചെയ്യുന്ന പോലെ, അല്ലെങ്കിൽ ഒരു പിടികിട്ടാപ്പുള്ളിയൊക്കെ പിടിക്കുന്നത് പോലെ വെളുപ്പാങ്കാലത്ത് പോയി ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട നേതാവിനെ പിടിക്കേണ്ടതുണ്ടോ? അത് രാഷ്ട്രീയ പ്രേരിതമായ നീക്കമാണ് എന്നുള്ള അഭിപ്രായം പറഞ്ഞവരുമുണ്ട്. ഇതൊക്കെ ഇവർ രണ്ടുപേരും ചേർന്ന് നടത്തുന്ന നാടകമാണ് എന്നുള്ള അഭിപ്രായം പറഞ്ഞ ചുരുക്കം ചില പ്രേക്ഷകരുമുണ്ട്. എന്തായാലും ഇത്തരം വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ് പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. നാളെയും ഇതേ സമയം ന്യൂസ് 18 പൊതുവേദി മറ്റൊരു വിഷയവുമായി.
ഈ പരിപാടി അവിടുത്തെ ഒരു സാഹചര്യം എങ്ങനെയാണ്? എപ്പോഴാണ് ഈ പോലീസ് നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഇന്ന് രാവിലെ പോലീസ് അറസ്റ്റ് ചെയ്തു. സെക്രട്ടേറിയറ്റ് മുന്നിൽ നടന്ന സമരം അക്രമാസക്തമായതിനെ തുടർന്നുള്ള കേസിലാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് പ്രതിഷേധമുയർന്നു, കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് പ്രതിഷേധമുയർന്നു. പുലർച്ചെ വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്തതിന്, സമരം ചെയ്തതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്തതിനെതിരെയാണ് പ്രതിഷേധമുയർന്നത്. ഒരു ഭാഗത്ത് സർക്കാർ സംവിധാനങ്ങളും അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളും അറസ്റ്റിനെ ന്യായീകരിക്കുന്നു. സമരത്തിൽ അക്രമമുണ്ടായാൽ അറസ്റ്റുണ്ടാവുക, നിയമ നടപടികൾ ഉണ്ടാവുക സ്വാഭാവികമാണ് എന്നത് പറയുന്നു. ഈ വിഷയമാണ് ന്യൂസ് 18 പൊതുവേദി ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഈ വിഷയത്തിൽ പ്രേക്ഷകർക്കും പ്രതികരിക്കാം. ആലത്തൂരിൽ നിന്നും മോഹൻദാസ് ആണ് ആദ്യ പ്രേക്ഷകനായി എത്തുന്നത്. ശ്രീ മോഹൻദാസ്, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഇന്ന് വെളുപ്പിനെ അദ്ദേഹത്തിന്റെ അടൂരിലെ വീട്ടിൽ കയറി പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ആ വിഷയത്തിൽ രണ്ടു പക്ഷവും അവരുടെ വാദങ്ങളും ആരോപണങ്ങളും എല്ലാം നിരന്നുകൊണ്ടിരിക്കുകയാണ്. താങ്കൾ അതൊക്കെ കണ്ടും കേട്ടും കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? ഇത് രാഹുൽ മാങ്കൂട്ടത്തിലും യൂത്ത് കോൺഗ്രസും അന്ന് നടത്തിയ സമരം അക്രമാസക്തം തന്നെയാണ്. അത് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്, അത് സംശയമൊന്നുമില്ല. അതിന്റെ വിഷയത്തിലൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷേ ഇത് ഇന്ന് ഈ 20 ദിവസമായി 20/12 നടന്നൊരു സംഭവം ഇന്നാണ്. അന്ന് പുലർച്ചയ്ക്കാണ് പോയിട്ട് ഈ തീവ്രവാദികളെ പിടിച്ചത്. അതിലാണ് ഈ തകരാറ് പറ്റിയത്. ഇത് ആരുടെ ബുദ്ധിയൊന്നും അറിയില്ല. അത് തിരുവനന്തപുരത്ത് അദ്ദേഹം ഉണ്ടായിരുന്നു പലതവണ, അവിടെ നിന്ന് ചെയ്യായിരുന്നു. പിന്നെ അതിനും പുറത്ത് കൊല്ലത്ത് ഇന്നലെ മുഴുവൻ ഉണ്ടായിരുന്നു, ആ സമയത്തും ഇല്ല. ഇതൊക്കെ ഇതൊരു സ്പെഷ്യൽ ബ്രാഞ്ച് ഇന്റലിജൻസ് ഒക്കെ ഉള്ളതല്ലേ. ഇതെന്തൊരു പരാജയമാണ്. അത് മാത്രമല്ല, ഇദ്ദേഹത്തിന് മാത്രം വളഞ്ഞിട്ട് പിടിക്കാന്ന് പറഞ്ഞാല് ഇവരുടെ എന്തൊക്കെയോ ആൾക്കാർ 40 കേസിൽ പ്രതിയായ ഒരാളുണ്ട് അവരുടെ കൂടെ. 40 കേസിൽ ആ പേര് പറയുന്നില്ല, അതിനൊന്നും ചെയ്തിട്ടില്ല. ചില പിടികിട്ടാ പുള്ളി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ പറയുന്നത്. അതുപോലെ തന്നെ ഇവിടെ ചാലക്കുടിയില് ജീപ്പിന്റെ മുകളിൽ കയറി എന്നിട്ട് തല്ലിപ്പൊളിച്ച് എന്നിട്ട് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് അവിടുന്ന് ഈ CPM ആൾക്കാർ അവരെ രക്ഷപ്പെടുത്തി കൊണ്ടുപോയി. യാതൊരു കുഴപ്പമുണ്ടായില്ല. പിന്നെ അതിനും പുറത്ത് തന്നെ ആ ഒരാള് സബ് ഇൻസ്പെക്ടർ. താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. നമുക്ക് മറ്റു പ്രേക്ഷകരിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. രാധാകൃഷ്ണനാണ് ചാത്തന്നൂരിൽ നിന്നും. ശ്രീ രാധാകൃഷ്ണൻ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? ഇതിൽ നമ്മൾ പറഞ്ഞ സബ്ജക്റ്റിൽ രാഷ്ട്രീയ പ്രേരിതം എന്നല്ല പറയേണ്ടത്, രാഷ്ട്രീയമാണ്. കാരണം ധാരാളം തല്ലുകൊണ്ടവരും നടുവൊടിഞ്ഞവരും ഒക്കെയാണ് ഇന്ന് പല ഉയർന്ന സ്ഥാനങ്ങളിലും നേതാക്കളായിട്ട് നമ്മുടെ സംസ്ഥാനത്തും നമ്മുടെ രാജ്യത്തുമൊക്കെ നിൽക്കുന്നത്. ഏറ്റവും കൂടുതൽ അടികൊള്ളുന്നയാൾ, ഏറ്റവും കൂടുതൽ അറസ്റ്റ് വരിക്കുന്നയാൾ, ഏറ്റവും കൂടുതൽ സമരം ചെയ്യുന്നയാൾ, അവരൊക്കെ ഭാവിയിൽ വലിയ നേതാവാകും. അപ്പൊ രാഷ്ട്രീയ പ്രേരിതമൊന്നുമല്ല, രാഷ്ട്രീയമായി ഇത് അത്രയേ ഉള്ളൂ. അവരൊക്കെ സമരം ചെയ്യട്ടെ. ജനാധിപത്യ രാജ്യത്ത് ഒരു സർക്കാർ വരുമ്പോൾ അഭിപ്രായം കാണും, അഭിപ്രായ വ്യത്യാസം കാണും. അതിൽ ഏറ്റവും കൂടുതൽ തല്ലുകൊള്ളുന്ന ആൾ നാളെ വലിയ നേതാവാകും. ആ അർത്ഥത്തിൽ രാഷ്ട്രീയമായിട്ട് കണ്ടാൽ മതി. അല്ലാതെ പറയാമെങ്കിൽ ഇതൊക്കെ സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ഒരാവശ്യമില്ല. ഇവിടെ സമരത്തിൽ ജനാധിപത്യ സംവിധാനത്തിൽ നിയമ സംവിധാനങ്ങളുണ്ട്, ബാക്കിയെല്ലാം ഉണ്ട്. ഇപ്പൊ രാഷ്ട്രീയമാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ നാളെ അവർക്കുള്ള പാർട്ടിക്ക് അധികാരത്തിൽ വരാൻ വേണ്ടി അത് ഇടതുപക്ഷം ചെയ്യും. ഇതൊക്കെ രാഷ്ട്രീയത്തിനകത്തുള്ളതാണ്. അപ്പൊ അതൊന്നും വലിയ രാഷ്ട്രീയ പ്രേരിതമൊന്നോ ഏതാണ്ട് ജനങ്ങൾക്ക് അതുകൊണ്ട് ഏതാണ്ട് സംഭവിച്ചു പോകും എന്നൊന്നും ഞങ്ങൾ സാധാരണ ജനങ്ങൾക്ക്. ശരി, താങ്കളുടെ അഭിപ്രായവും വളരെ വ്യക്തമാണ്. മറ്റൊരു പ്രേക്ഷകൻ കൂടിയുണ്ട്, മുഹമ്മദാണ്. ശ്രീ മുഹമ്മദ്, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? നമസ്കാരം, പറയാം. എന്റെ സാറേ വിഷയം കേട്ടില്ല. രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഇന്ന് രാവിലെ പോലീസ് അറസ്റ്റ് ചെയ്തു. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ്. അതുമായി ബന്ധപ്പെട്ട് ഭാഗത്തു നിന്നും ന്യായീകരണങ്ങളും വിമർശനങ്ങളും ആരോപണങ്ങളും ഒക്കെ ഉയരുകയാണ്. യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിനെ സെക്രട്ടേറിയറ്റ് മുന്നിൽ നടന്ന സമരം അക്രമാസക്തമായ സമരത്തിൽ പൊതുമുതൽ നശിപ്പിച്ചു അടക്കമുള്ള, പോലീസുകാരെ ആക്രമിച്ചു അടക്കമുള്ള കുറ്റങ്ങൾ ചുമത്തിയാണ് ഇന്ന് രാവിലെ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. പറഞ്ഞോളൂ. ഇപ്പൊ എന്താ പറയാനിപ്പോ ഒന്നും ഇപ്പൊ വിശേഷിച്ചപ്പോ എനിക്ക്. ശരി, ഓക്കെ. എന്നാൽ നമുക്ക് മറ്റൊരു പ്രേക്ഷകരിലേക്ക് പോവാം. കോഴിക്കോട് നിന്നും സന്തോഷാണ്. ശ്രീ സന്തോഷ്, രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ഹലോ, നമസ്കാരം, പറയൂ. സാറേ, ഇത് രാഷ്ട്രീയ പ്രേരിതം തന്നെയാണ്. രാഷ്ട്രീയം എന്നല്ല, ഞാനൊരു അടി കൊണ്ടുപോകാനുള്ള നേതാക്കൾ മൻമോഹൻ സിംഗിന് എത്ര അടി കൊണ്ടിട്ടാണ് നേതാവായത്, പ്രധാനമന്ത്രിയായത്. ഇതൊക്കെ രാഷ്ട്രീയം തന്നെയാണ്, രാഷ്ട്രീയ പ്രേരിതം. കാരണം ഇന്ന് രാവിലെ ആ വീട്ടിൽ കയറി അത് കോളിംഗ് ബെല്ല് പോലും അടിച്ചില്ല എന്ന് പറഞ്ഞത്, വീട്ടിന് ചുറ്റും നടന്ന് വാതിലിന് മുട്ടി തീവ്രവാദികളെ പിടിച്ചുകൊണ്ട് പോകണം. രണ്ടാമത് ഇന്ന് നമ്മൾ കണ്ടു, തിരുവനന്തപുരം മ്യൂസിയം സ്റ്റേഷനിലാന്ന് തോന്നുന്നു, അവിടെ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കാൻ നോക്കുമ്പോൾ സംസാരിക്കാൻ വിടുന്നില്ല.
അത് കഴിഞ്ഞിട്ട് എങ്ങോട്ടാ കൊണ്ടുവന്ന് പറഞ്ഞില്ല. ഇന്നലെ കൊല്ലത്തുണ്ടായിരുന്നല്ലോ ഫുൾ ടൈം, തിരുവനന്തപുരത്തുണ്ടായല്ലോ, പിടിച്ചില്ലല്ലോ. ഈ 44 കേസിൽ പ്രതിയായ ആർഷ ഉണ്ടല്ലോ, എവിടെ പിടികിട്ടാ പുള്ളി എന്ന് കണ്ടു കിട്ടിയില്ലെന്ന് പറഞ്ഞത്. ഇന്ന് പിന്നെ സിറ്റി പോലീസ് കമ്മീഷണർ എന്താ പറഞ്ഞത്, പിന്നെ രഹസ്യാന്വേഷണ വിവരത്തില് രാഹുൽ മാങ്കൂട്ടത്തിന് അവിടെ വീട്ടിലുണ്ടെന്ന് പറഞ്ഞ് പോയി പിടിച്ചു. ഇപ്പം ഇന്ന് ജയരാജൻ പറയുന്നുണ്ടായിരുന്നല്ലോ, ഇത് പൊതുമുതൽ നശിപ്പിച്ചാൽ ഇങ്ങനെയൊക്കെ വരുമെന്ന്. ആ നിയമസഭയിൽ കിടന്ന അടി കൂടി അതൊക്കെ അടിച്ചു പൊളിച്ചിട്ട് ഇതുവരെ ഒരു പ്രശ്നമില്ലല്ലോ അവർക്ക്. ഇന്ന് പിന്നെ റഹീം പറയുന്നുണ്ട് ഇതൊക്കെ വരും, അക്രമം നടത്തിയാൽ. റഹീം ഇപ്പം പിന്നെ പിഴ കൊടുക്കാൻ വേണ്ടി കോടതി വിധിച്ച ഒരു ആളാണ് വലിയ വർത്താനം പറയുന്നത്. ചാലക്കുടിയിലെ പോലീസ് വണ്ടി ഇത് ചില്ലടിച്ചു പൊളിച്ചല്ലോ. ഇവരെന്ത് നിയമം എടുത്തത്? ആ അവനെ പിന്നെ അറസ്റ്റ് ചെയ്ത സമയത്ത് അവിടുന്ന് രക്ഷപ്പെടുത്തിയല്ലോ പിന്നെ ഏരിയ സെക്രട്ടറി, അയാളെ കിട്ടിയിരുന്നവരെ. ഇതെല്ലാം രാഷ്ട്രീയം തന്നെയാണ്. പിണറായി വിജയന്റെ അവസാനത്തെ രാഷ്ട്രീയം. ശശി അവിടുന്ന് ഓതി കൊടുക്കുന്ന വിവിധ അവർ ചെയ്യുന്നു. രാഷ്ട്രീയം തന്നെയാണ്. ശരി, ഓക്കെ, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. മറ്റൊരു പ്രേക്ഷകരുണ്ട്, ബേസിലാണ്. ശ്രീ ബേസിൽ, രാഹുൽ മാങ്കൂട്ടം ഡേസിൽ, ക്ഷമിക്കണം, ബേസിലല്ല, ഞാൻ കേട്ടതിലെ ചില പിഴവാണ്. ഡേസിൽ, ശ്രീ ഡേസിൽ നല്ല ഒരു പേര്. അതെ, ബേസിൽ തന്നെ. ഓക്കെ, അപ്പോൾ താങ്കൾക്ക് ഈ വിഷയത്തിൽ എന്താണ് പറയാനുള്ളത്? സാറേ, രാവിലെ 5 മണിക്ക് ഈ രാഹുൽ മാങ്കൂട്ടത്തിന് ഉറക്കത്തിൽ നിന്ന് തട്ടി എണീപ്പിച്ചുകൊണ്ട് അറസ്റ്റ് ചെയ്യാൻ അയാളൊരു തീവ്രവാദിയാണോ എന്ന് വെച്ചാൽ ഇതുവരെ നമ്മൾ കണ്ടിട്ടുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുഖം എന്ന് പറയുന്നത് പബ്ലിക്കില് അയാൾ ഒരു പോലീസുകാർക്കെതിരെ ഒരു പ്രശ്നം ഉണ്ടാക്കുന്ന ഒരാളല്ല. അയാൾ ഇതുവരെ ആയിട്ടും ഒരു എന്താ പറയണേ ഒരു പോലീസിൽ നിന്നോ അല്ലെങ്കിൽ ഈ നാട്ടിൽ നിന്നോ ഒളിച്ചോടുന്ന ഒരു വ്യക്തിയല്ല. ഉറങ്ങിക്കിടക്കുന്ന ആ മനുഷ്യനെ പോയിട്ട് ഇതുപോലൊരു അറസ്റ്റ് ചെയ്യാനായിട്ട് അയാൾ എന്താ വല്ല തീവ്രവാദിയാണോ? ഇവിടെ ഇന്ന് ജയരാജൻ പറഞ്ഞല്ലോ, പൊതുമുതൽ നശിപ്പിച്ചതിനാണ് ഇങ്ങനെ അറസ്റ്റ് ചെയ്തതെന്ന്. ഇവിടെ ഏറ്റവും കൂടുതൽ പൊതുമുതൽ നശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് CPM-കാരാണ്. ഉദാഹരണം ശിവൻകുട്ടി, ഇന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി. അയാൾ നിയമസഭയിൽ കാണിച്ചു കൂട്ടിയ കോമാളിത്തരങ്ങളെല്ലാം നമ്മൾ ഈ കേരളീയർ ഇതെല്ലാം കണ്ടു വളർന്നവരാണ്. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ ഈ രാഷ്ട്രീയം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. ഇത് ശരിക്കും രാഷ്ട്രീയ പ്രേരിതമാണ്. ഇന്നത്തെ ഭരിക്കുന്ന പാർട്ടിയും പോലീസും തമ്മിലുള്ള ഒരു കച്ചകെട്ടലിന്റെ ഭാഗമാണ് ഇന്നത്തെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഏതൊരു പ്രേക്ഷകനും ഈ കേരള ജനതയ്ക്കെല്ലാം മനസ്സിലായിട്ടുള്ള ഒരു കാര്യമാണ്. ഇതുകൊണ്ട് ഉണ്ടാകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഹൈപ്പ് കൂടും, കോൺഗ്രസിന്റെ ഹൈപ്പ് ഈ നാട്ടിൽ കൂടും, ഭരണപക്ഷം താഴേക്ക് പോകുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് എല്ലാവർക്കും കാണുവാനായിട്ടുള്ളത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ നമ്മളെല്ലാവരും പ്രതിഷേധിക്കുന്നു. താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. മറ്റൊരു പ്രേക്ഷകൻ കൂടിയുണ്ട് ഈ വിഷയത്തിൽ പ്രതികരിക്കാനായിട്ട്. മധുസൂദനാണ് കൊല്ലത്തു നിന്നും. ശ്രീ മധുസൂദനൻ, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അറസ്റ്റിനെ കൃത്യമായും എന്താണ്, ഇങ്ങനെ പൊതുമുതൽ നശിപ്പിക്കുന്ന സമരമുണ്ടായാൽ അറസ്റ്റൊക്കെ സ്വാഭാവികമാണ്, അത് എല്ലാ രാഷ്ട്രീയക്കാരും നേരിടേണ്ട നടപടിയാണ് എന്ന് ഭരണപക്ഷവും ഭരണപക്ഷ പാർട്ടികളും പറയുന്നു. എന്നാൽ ഇത് ഒരാളെ വെളുപ്പാങ്കാലത്ത് 5 മണിക്ക് വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്യാൻ അദ്ദേഹം തീവ്രവാദിയുമാണോ, അല്ലെങ്കിൽ അത്തരത്തിൽ നിയമ നടപടികൾ സ്വീകരിക്കുമ്പോൾ ഇത്തരത്തിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കേണ്ടത് എന്തിന് എന്നുള്ള ചോദ്യം മറുപക്ഷവും ചോദിക്കുന്നത്. താങ്കൾക്ക് ഇതിൽ ഏത് അഭിപ്രായത്തോടാണ് യോജിപ്പുള്ളത്? ഭരണകൂടം തന്നെ ഭീകരമായിട്ട് മാറുന്ന ഒരു സാഹചര്യമല്ലേ ഇത്. അവരെ എന്തുദ്ദേശിച്ചാ ഈ വെളുപ്പാങ്കാലത്ത് ഒരു തള്ളയുടെ മുമ്പിൽ നിന്ന് ഒരു മോനെ പോയിട്ട് ഇരിച്ചു കയറി പിടിച്ചുകൊണ്ട് പോകുന്നു? അതൊക്കെ മര്യാദയുള്ള കാര്യങ്ങളാണ്. ഈ പറയുന്ന സമരാഭാസങ്ങൾ ഈ കേരളത്തിൽ നടത്തിയിട്ടുണ്ട്. അന്നുമല്ല ഇതിനുമല്ല സംഭവിച്ചിട്ടുണ്ടോ? അപ്പൊ ഇത് മനഃപൂർവ്വമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി നാട് നശിപ്പിക്കുക എന്നുള്ളത് അതൊരു ഭരണപരമായി തന്നെ പരാജയപ്പെട്ടു. അതിന്റെ പുറത്ത് കാണിക്കുന്ന നേതാവൂടോ എന്നൊക്കെ പറയാൻ ഒക്കൂല. അല്ലാതെ എവിടെ ചെന്നിരിക്കും ഇങ്ങനെ വീട് കയറി വിളിക്കുന്നതിന് മുമ്പേ തള്ളയുടെ മുമ്പിൽ വെച്ച് മോനെ പിടിച്ചോണ്ട് പോവുക? എവിടാ എന്തുവാ കാര്യമെന്ന് പോലും അറിയാത്ത സാഹചര്യത്തിൽ പിടിച്ചോണ്ട് പോവുക. അതൊക്കെ മര്യാദയുള്ള കാര്യങ്ങളാണെങ്കിൽ നടക്കട്ടെ ഇതെങ്ങനെ. ശരി, ഓക്കെ, നമുക്ക് മറ്റൊരു പ്രശ്നം കൂടിയുണ്ട്. സാം ജോൺ ആണ് ബാംഗ്ലൂരിൽ നിന്നും. ശ്രീ സാം ജോൺ, നാട്ടിൽ നടക്കുന്ന വിഷയങ്ങളൊക്കെ താങ്കൾ അറിയുന്നുണ്ടല്ലോ, താങ്കൾക്ക് ഇതിൽ ഏത് അഭിപ്രായമാണുള്ളത്? സാം ജോണിന്റെ ടെലിഫോൺ ബന്ധത്തിൽ ചില തടസ്സങ്ങളുണ്ടെന്ന് തോന്നുന്നു. ജോസുകുട്ടിയാണ് ഇടുക്കിയിൽ നിന്നും. ശ്രീ ജോസുകുട്ടി, താങ്കൾക്ക് പറയാം. സാറേ, ഇപ്പൊ വെളുപ്പിനെ അങ്ങനെ വന്ന് കയറേണ്ട കാര്യം ഒരു 10-11 മണി ആയാലും അത് തടയാനുള്ള ആംബിയറൊന്നുള്ള യൂത്ത് കോൺഗ്രസ് ഒന്നും ഈ കേരളത്തിലില്ല. അത് നമുക്കെല്ലാം അറിയാം. പിന്നെ 1, 2, 3 പ്രതികളെ നിക്ക ചെയ്താണ് 4ാമത്തെ പ്രതിയെ വന്ന് അറസ്റ്റ് ചെയ്യുന്നത്. അതെന്നാന്നുള്ളതാണ് കേരളത്തിന് അറിയാത്തത്. പിന്നെ ആർഷോ എന്ന് പറയുന്ന പാർട്ടി 42 കേസുള്ള പിടികിട്ടാ പുള്ളിയെ, ആ പുള്ളിയെ അറസ്റ്റ് ചെയ്യാൻ ഈ പോലീസിന് സാധിക്കുന്നില്ല. പിന്നെ ഇന്നലെ നമ്മൾ ചർച്ച ചെയ്തു, അല്ലെ, ഗവർണർ വന്നു ഡീസന്റ് ആയിട്ട് ചെയ്തിട്ട് പോയി. അതിങ്ങനെ തന്റെ ഇടം ഉള്ളത് വേണം. ഒറ്റ ആളുള്ളൂ ഇപ്പൊ തന്റെ ഇടം ഉള്ളത് കേരളത്തില്. പിണറായി സൂര്യനോട് നേരിടാനുള്ള ഒറ്റ ആളുള്ളൂ. അത് പിണറായിയുടെ കീഴിലെ ഉള്ള ഒരു ആളൊന്നും അല്ല, മേളിലുള്ള ഒരാൾ തന്നെ
നല്ല നീറ്റായിട്ട് കാര്യങ്ങൾ ചെയ്തിട്ട് പോയി. അപ്പൊ ഇതിനകത്ത് വെച്ചാൽ ഈ 1, 2, 3 പ്രതികളെ കൂടെ അറസ്റ്റ് ചെയ്തിട്ട് ഈ എല്ലാ നിയമം എല്ലാവർക്കും ഒരുപോലെ അല്ല. രാഹുൽമാങ്കൂട്ടത്തിന് പ്രത്യേകിച്ച് ഒരു നിയമമൊന്നും ഇല്ല. പക്ഷെ ഇത്ര നേരത്തെ വെളുപ്പിനെയൊന്നും പോകേണ്ട കാര്യമില്ലായിരുന്നു. താമസിച്ചാലും അത് തടയാനുള്ള ആദ്യമൊന്നും ശരി. താങ്കൾ എന്തായാലും താങ്കളുടെ രാഷ്ട്രീയം കൂടി വ്യക്തമാക്കുന്ന മറുപടി കൂടിയാണ് പറഞ്ഞത്. എന്തായാലും നമുക്ക് മറ്റൊരു പ്രേക്ഷകനിലേക്ക് കൂടി പോകാം. അനീഷാണ്. ശ്രീ അനീഷ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ അറസ്റ്റിന് രാഷ്ട്രീയ പ്രേരിതമാണോ അതോ സ്വാഭാവികമായി നിയമലംഘനത്തിന്റെ പേരിൽ ഇത്തരം അറസ്റ്റുകളൊക്കെ ഉണ്ടാകുന്ന സ്വാഭാവികമായ ഒരു നടപടിക്രമം മാത്രമാണോ? ഇത് തീർച്ചയായിട്ടും രാഷ്ട്രീയ പ്രേരിതം മാത്രമാണ്. പറഞ്ഞോളൂ. ഇത് സമരം ചെയ്തതിന് വേണ്ടി അറസ്റ്റ് ചെയ്യാനാണെങ്കിൽ CPM-ന്റെയോ DYFI-യുടെയോ SFI-യുടെയോ എത്ര നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും? അവർക്ക് ആർക്കും എതിരെ ഒരു നിയമ നടപടി നാം കാണുന്നില്ലല്ലോ. നിയമം എല്ലാവർക്കും ബാധകമല്ലേ? ഏതെങ്കിലും ഒരു പാർട്ടിക്ക് മാത്രമല്ല, എല്ലാ പാർട്ടിക്കാർക്കും ബാധകമല്ലേ ഇന്ത്യൻ നിയമം? കമ്മ്യൂണിസ്റ്റ് ആയാൽ നിയമം ബാധകമല്ല എന്നുണ്ടോ? ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. സജു ആണ് കോട്ടയത്ത് നിന്നും. ശ്രീ സജു, താങ്കൾക്ക് ഈ വിഷയത്തിൽ എന്താണ്? ഈ ഭരണപക്ഷം പറയുന്ന നിലപാടിനോടാണോ താങ്കൾ യോജിക്കുന്നത്, അതോ പ്രതിപക്ഷം പറയുന്ന നിലപാടിനോടാണോ, അതോ ഇതൊന്നുമല്ലാത്ത മറ്റേതെങ്കിലും നിലപാടാണോ താങ്കൾക്കുള്ളത്? സജു പറയാം. സജുവിന്റെ ടെലിഫോൺ ബന്ധത്തിൽ ചില തകരാറുകൾ ഉണ്ടെന്ന് തോന്നുന്നു. ദാസനാണ് കണ്ണൂരിൽ നിന്നും. ശ്രീ ദാസന് പറയാം. ഇത് ജനങ്ങളെ ശ്രദ്ധ ഇരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ പല പ്രശ്നത്തിനും കിടക്കുമ്പോ ശ്രദ്ധ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. ഇതൊന്നും ശരിയായ പരിപാടിയല്ല. പിന്നെ പിണറായി വിജയൻ ഇതൊന്നും ചെയ്യുന്നില്ല. ഇതൊക്കെ മറ്റുള്ള ആൾക്കാരാണ് കൈകാര്യം ചെയ്യുന്നത്. പിണറായി വിജയൻ രാവിലെ പുള്ളിയുടെ ഭാഗത്ത് നിന്ന് പുള്ളിയൊന്നും അറിയുന്നില്ല. ഇതൊക്കെ ഈ പി ശശിനെ പോലത്തെ ആൾക്കാർ ചെയ്യുന്ന പണി. ഇതൊന്നും നല്ല പരിപാടിയല്ല. രാഷ്ട്രീയത്തിൽ ഇതിലൊരു മോശം പരിപാടിയാണ്. എന്ത് കാര്യത്തിനായാലും രാഷ്ട്രീയം കള്ളനെ പോലെ നേരെ 4 മണിക്ക് പോയിട്ട് ഇപ്പോൾ ചെറുപ്പക്കാരെ സംസ്ഥാന അധ്യക്ഷനല്ലേ യൂത്ത് കോൺഗ്രസിന്റെ, ഒന്നും നല്ല പരിപാടിയല്ല. ഇതൊരു മോശം കീഴ്വഴക്കാന്ന് പറയാനുള്ളൂ. ശരി, നമുക്ക് മറ്റൊരു പ്രശ്നം കൂടിയുണ്ട്. ഈ വിഷയത്തിൽ പ്രതികരിക്കാനുള്ള മറ്റൊരു പ്രശ്നം സജു ആണ്. ശ്രീ സജു, ക്ഷമിക്കണം, അജേഷ് കുമാറാണ് ചങ്ങനാശ്ശേരിയിൽ നിന്നും. ശ്രീ അജേഷ് കുമാർ, താങ്കൾ ഇതിൽ ഏത് രാഷ്ട്രീയ പക്ഷത്തിന്റെ നിലപാടിനോട് യോജിക്കുന്ന ആളാണ്, അതോ മറ്റേതെങ്കിലും നിലപാടാണോ താങ്കൾക്കുള്ളത്? ഞാനൊരു നിലപാടില്ലാതെ ഒരു കാര്യം പറയട്ടെ. അതിനകത്ത് നിലപാട് വരുന്നെങ്കിൽ അത് കുഴപ്പമില്ല, താങ്കൾക്ക് പറയാം. താങ്കളുടെ അഭിപ്രായം എന്തായാലും പറയാം. ഞാൻ ചോദിച്ചതേ ഉള്ളൂ. ഓക്കെ. അജയ് കുമാർ ചങ്ങനാശ്ശേരിയിൽ നിന്നും. അതായത് ഇപ്പൊ ഇതൊരു നിസ്സാരമായിട്ടേ ഞാൻ കാണുന്നുള്ളൂ. കാരണം ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്തു. KPCC പ്രസിഡന്റിന്റെ പേരിൽ കേസുണ്ട്. നമ്മുടെ എന്താണ് പറയുന്നത്, പ്രതിപക്ഷ നേതാവിന്റെ പേരിൽ കേസുണ്ടെന്ന് പറയുന്നു. ഒരുപാട് യൂത്ത് കോൺഗ്രസ് നേതാക്കളെ വഴിയിലിട്ട് തല്ലിയെന്ന് പറയുന്നു. പക്ഷെ ഇത്രയൊക്കെ പ്രശ്നം ഉണ്ടായിട്ട് ഒരു അഖിലേന്ത്യാ പാർട്ടിയായ കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതൃത്വം ഇന്നും ഒരു അത്യാവശ്യം വേണ്ടിയിട്ടില്ല. അഖിലേന്ത്യാ പ്രസിഡന്റ് വേണ്ടിയിട്ടില്ല. പാർട്ടിയുടെ ഉടമസ്ഥരായ സോണിയാഗാന്ധിയും അദ്ദേഹത്തിന്റെ സാധാരണഗതിയിൽ അങ്ങനെ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അവർ പ്രതികരണങ്ങൾ നടത്താറുണ്ട്. പക്ഷേ നടത്തോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. സാധാരണ ഇതിൽ അതൊരു ഗൗരവമുള്ള വിഷയമാണ്. അവർ അഖിലേന്ത്യാ നേതൃത്വം ഈ വിഷയത്തിൽ മിണ്ടിയോ ഇല്ലയോ ഗൗരവമുള്ള വിഷയമാണെങ്കിൽ ഇപ്പൊ നാളെ ഒരു കാര്യം ചെയ്തിട്ട് ഏതെങ്കിലും ഒരു RSSകാരൻ ഏതെങ്കിലും ഒരു കോൺഗ്രസ്സുകാരനെ പിടിച്ച് തല്ലട്ടെ. ഈ തല്ലുന്ന കോൺഗ്രസ്സുകാരൊരു ഹിന്ദുവും തല്ലുകൊള്ളുന്ന ഒരു ന്യൂനപക്ഷ സമുദായത്തിലുമായിട്ട് നാളെ രാഹുൽ ഗാന്ധി ഇംഗ്ലണ്ടിൽ പോയിട്ട് പ്രസ്താവന നടത്തും. അങ്ങനെയല്ലല്ലോ ഇന്ത്യയിലെ രാഷ്ട്രീയ പ്രവർത്തനം നടക്കുന്നത്. താങ്കൾ പറയുന്നത് പോലെ ജാതി മതവും നോക്കിയൊന്നും അല്ലല്ലോ കേരളത്തിലെ ആളുകൾ പ്രതികരിക്കുന്നത്. ഇത് ഇവർ ഒരേ മുന്നണിയിൽ നിൽക്കുന്നവര് പരസ്പരം അതെങ്ങനെയാണ് താങ്കൾ അവർ രണ്ടുപേരും ഒരേ മുന്നണിയിൽ നിൽക്കുന്നു എന്ന് പറയുന്നത്? കേരളത്തെ സംബന്ധിച്ച് അവർ രണ്ടുപേരും അല്ലേ പ്രധാനപ്പെട്ട 2 പാർട്ടികൾ? അവരല്ലേ കേരളത്തെ നയിക്കുന്ന 2 പ്രധാന പാർട്ടികൾ? അവർ ഒരേ മുന്നണിയിൽ നിന്ന് താങ്കൾ എങ്ങനെയാണ് കേരളത്തിന്റെ സാഹചര്യത്തിൽ പറയുന്നത്? അങ്ങനെ ഉണ്ടെങ്കിൽ ഇദ്ദേഹം ഒരു കാര്യം ചെയ്യണം. നിങ്ങളുടെ തന്നെ ഇംഗ്ലീഷ് ചാനലുണ്ട് News 18. ദേശീയ തലത്തിൽ വരുമ്പോൾ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാകുമെന്ന് കരുതി കേരളത്തിൽ രണ്ടല്ലേ? എനിക്കിപ്പോ ഒരാളെ ദേശീയ തലത്തിൽ ഒന്നും ഇന്ത്യ കേരളം വിട്ടാൽ പാകിസ്ഥാനാണെന്നും കേരളം ഇന്ത്യ ആണെന്നും ഒന്നും ചിന്ത എനിക്കില്ല. അങ്ങനെയല്ലല്ലോ. ഇത് നമുക്ക് എത്രയോ കാലത്തെ ശീലമുള്ളതാണ്. കേരളത്തിൽ പരസ്പരം മത്സരിച്ചിട്ട് UPA സർക്കാരിന് ഇടതുമുന്നണി പുറത്തു നിന്ന് പിന്തുണ നൽകിയിട്ടില്ലേ? അങ്ങനെയൊക്കെ രാഷ്ട്രീയത്തിൽ ദേശീയ രാഷ്ട്രീയവും സംസ്ഥാന രാഷ്ട്രീയവും രണ്ടല്ലേ? അങ്ങനെയല്ലേ കേരളം പലപ്പോഴും ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളത്? അത് ജനങ്ങളെ വിഡ്ഢികളാക്കുക. അതെങ്ങനെയാണ് ശ്രീ അനീഷ് അത് ജനങ്ങൾ വിഡ്ഢികളാവുന്നത്? അവർ രണ്ടുപേരുടെയും രാഷ്ട്രീയം അവർ വ്യക്തമായി പറയുന്നില്ലേ? ഞങ്ങൾ പരസ്പരം കേരളത്തിൽ മത്സരിക്കുന്നു. അതിനകത്ത് കഴിഞ്ഞ തവണ കോൺഗ്രസ് ജയിച്ചു. അതിനു മുമ്പ് ഇടതുപക്ഷം ജയിച്ചപ്പോൾ ഇടതുപക്ഷവും അവിടെ ചെന്ന് UPAക്ക് പിന്തുണ നൽകിയിട്ടുണ്ട്. ദേശീയ തലത്തിൽ ഞങ്ങളുടെ പ്രധാന ശത്രു BJP ആണ്, അതുകൊണ്ട് BJPക്കെതിരായി ഞങ്ങൾ യോജിച്ചു നിൽക്കുമെന്ന് പറഞ്ഞിട്ട് തന്നെയല്ലേ അവർ പോകുന്നത്? മലയാളികൾ ഇത് 1-2 തെരഞ്ഞെടുപ്പിലല്ലോ കാണുന്നത്, പല തെരഞ്ഞെടുപ്പിലായി കാണുന്നതല്ലേ? അല്ല, അങ്ങനെയാണോ ഇന്ത്യൻ രാഷ്ട്രീയം വേണ്ടുന്നത്? അത് രാഷ്ട്രീയ നിലപാടല്ലേ? അവർ രണ്ടുപേരെയും 2 പാർട്ടികളെ സംബന്ധിച്ചും അവരുടെ പ്രധാനപ്പെട്ട ശത്രു എന്ന് പറയുന്നത് BJP ആണെന്ന് ഈ 2 പാർട്ടികളും പറഞ്ഞിട്ടുണ്ട്. അവർ ദേശീയ തലത്തിൽ BJPക്കെതിരായ മുന്നണിയിൽ നിൽക്കുമെന്ന് 2 പാർട്ടിയും പരസ്യമായിട്ടാണ്. ഇത് രഹസ്യമായി പോയി ചെയ്യുന്ന പിൻവാഴത്തിൽ വഴി ചെയ്യുന്ന കാര്യമല്ലല്ലോ. അവർ പരസ്യമായി പറഞ്ഞിട്ടല്ലേ ഇലക്ഷനിൽ മത്സരിക്കുന്നത്.
അപ്പൊ ഒരേ രാജ്യത്ത് ഒരേ ഇലക്ഷനിൽ രണ്ട് നിലപാട്. അത് ഇവിടെ പരാജയപ്പെടുത്തേണ്ടത്, ഇവിടെ ഒരേ മുന്നണി പരസ്പരം മത്സരിക്കാറില്ലേ? അങ്ങനെയാണെങ്കിൽ സംസ്ഥാനത്തിൽ ഒരേ മുന്നണിയായി നിൽക്കുന്നവർ പഞ്ചായത്തിൽ ചിലപ്പോൾ പരസ്പരം മത്സരിക്കാറില്ലേ? ഒരേ മുന്നണി എന്ന് പറയുമ്പോൾ രണ്ട് പാർട്ടികളാണ്. ആ രണ്ട് പാർട്ടികൾ സംസ്ഥാനത്ത് ആ രണ്ട് പാർട്ടികൾക്കാണ് ഏറ്റവും ശക്തിയുള്ളത്. അവർ പരസ്പരം അധികാരം ആർക്ക് ലഭിക്കുന്നു, ആർക്ക് ഭൂരിപക്ഷം ലഭിക്കുന്നു എന്നതിന് വേണ്ടി മത്സരിക്കുന്നു. ദേശീയ തലത്തിൽ വരുമ്പോൾ അവരെക്കാൾ ശക്തരായ മറ്റൊരാൾ നിൽക്കുമ്പോൾ അവരെ പരാജയപ്പെടുത്താൻ വേണ്ടി ആ രണ്ട് പാർട്ടികൾ ഒരുമിച്ച് നിൽക്കുന്നു. അത് പരസ്യമായിട്ടല്ലേ ചെയ്യുന്നത്, അല്ലാതെ രഹസ്യമായ നീക്കമല്ലല്ലോ. പരസ്യമായിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അതാണ് പറയുന്നത്, ഈ രണ്ട് പാർട്ടികളും കേരളത്തിൽ ഒന്നിച്ചങ്ങ് നിൽക്കാമെങ്കിൽ ഈ പ്രോബ്ലംസ് ഒന്നും വരുത്തില്ലല്ലോ. നിങ്ങൾക്ക് ദേശീയ രാഷ്ട്രീയത്തിൽ മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ തോൽപ്പിക്കുക എന്ന ഒരൊറ്റ ഐഡിയയിൽ മാത്രമാണോ നിങ്ങൾ ഒന്നിച്ചു നിൽക്കുന്നത്? അതോ അവരുടെ സാമ്പത്തിക നയങ്ങൾക്കെതിരെയാണോ, അല്ലെ മറ്റു നയങ്ങൾക്കെതിരെയാണോ? അതെല്ലാം ആ പാർട്ടികൾ പലതവണ, ഈ രണ്ട് പാർട്ടികളും പലതവണ പരസ്പരം മത്സരിക്കുകയും പരസ്പരം ആരോപണങ്ങൾ ഉന്നയിക്കുകയും ദേശീയ തലത്തിൽ യോജിക്കുമ്പോൾ അവർ ന്യായമൊക്കെ ഈ രണ്ട് പാർട്ടികളും പറഞ്ഞിട്ടുണ്ട്. അത് നമുക്കൊരു പുതിയ കാര്യമല്ല. പുതിയ കാര്യമാണെങ്കിൽ താങ്കൾ പറഞ്ഞത് ശരിയാണ്. പക്ഷേ ഇത് കഴിഞ്ഞ 10-20 വർഷത്തിന് മുമ്പോട്ട് അല്ലെങ്കിൽ 10-30 വർഷമായി കേരളത്തിലെ പലപ്പോഴും അങ്ങനെ തന്നെ അധികാരത്തിൽ മാറി നിൽക്കുകയും ചേർന്ന് നിൽക്കുകയും ഒക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതിനുശേഷവും ഈ രണ്ട് പാർട്ടികളും തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുമുണ്ട്. ശരി, ഓക്കെ. താങ്കളുടെ അഭിപ്രായം അങ്ങനെ ഓരോരുത്തർക്കും അവരുടേതായ അഭിപ്രായങ്ങൾ സ്വാഭാവികമായും കാണും, അത് അംഗീകരിക്കുന്നു. മറ്റൊരു പ്രേക്ഷകൻ കൂടിയുണ്ട്, ജിൻഡേഷ് ആണ് ഡൽഹിയിൽ നിന്നും. ശ്രീ ജിൻഡേഷ്, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? സാർ, ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്തേക്കുന്നത് ഈ പൊതുമുതൽ നശിപ്പിച്ചു എന്നുള്ള അതൊക്കെ ആയിരിക്കുമല്ലോ ജാമ്യമില്ലാത്ത വകുപ്പ് എന്നുള്ള കാര്യമാണ് ഞാൻ മനസ്സിലാക്കിയത്. അങ്ങനെയാണെങ്കിൽ പാർലമെന്റിനകത്ത് കയറിയിട്ട് കമ്പ്യൂട്ടർ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ തകർത്തൊരു കാര്യം എല്ലാ പൊതുജനത്തിനും എല്ലാവരുടെയും കണ്ടിട്ടുണ്ടതാണ്. അതിപ്പോൾ കേസായി തന്നെ കോടതിയിൽ നിൽക്കുകയാണ്. എന്തോ അല്ല, കേസായി കോടതിയിൽ നിൽക്കുകയാണ്. അവരെ ഇങ്ങനെ അറസ്റ്റ് ചെയ്യാനായിട്ട് എന്തെങ്കിലും കാര്യം ഉണ്ടായിട്ടുണ്ടോ? ഇതുവരെ ഉണ്ടായിട്ടുണ്ടോ? ഇത് പുള്ളിക്കാരനെ ഞാൻ ചെയ്ത കാര്യങ്ങൾ, ഈ സമര പരിപാടികൾ എന്ന് പറഞ്ഞാൽ ഒരാൾ ചെയ്യുന്ന കാര്യമൊന്നുമല്ല, ഒരുപാട് ആളുകൾ വർഷങ്ങളായിട്ട് പ്രവർത്തിക്കുന്ന കാര്യങ്ങളാണ്. അതെ, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സമാനമായ രീതിയിലൊക്കെ സമരം നടത്തുകയും അക്രമം ഉണ്ടാവുകയും പൊതുമുതൽ നശിപ്പിക്കുകയും പോലീസിന് നേരെ ആക്രമണം നടത്തുകയും എല്ലാ കേരളത്തിലെ ഒട്ടുമിക്ക പാർട്ടികളും ഏതെങ്കിലും ഒക്കെ ഘട്ടത്തിൽ ചെയ്തിട്ടുണ്ട്. പുള്ളി ക്രിമിനൽ കുറ്റങ്ങൾ ചെയ്യുന്ന കക്ഷിയല്ല, പുള്ളിയെ പിടികിട്ടാ പുള്ളിയൊന്നും അല്ല. ഈ പബ്ലിക് ഡൊമൈനിൽ എപ്പോഴും ഉള്ളത് വ്യക്തിയാണ്. ശരി, നമുക്ക് മറ്റൊരു പ്രേക്ഷകൻ, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. നമുക്ക് മറ്റു പ്രേക്ഷകനിലേക്ക് പോകണം. കണ്ണൂരിൽ നിന്നും ഷിജു ആണ്. ശ്രീ ഷിജു, താങ്കൾക്ക് പറയാം. ഷിജു, കേൾക്കാമോ? സുരേന്ദ്രനാണ് തൃശ്ശൂരിൽ നിന്നും. ശ്രീ സുരേന്ദ്രൻ, രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള രാഷ്ട്രീയ പ്രതിവാദങ്ങൾ ഉയരുകയാണ്. താങ്കൾക്ക് ഇതിൽ ഏത് അഭിപ്രായമാണുള്ളത്? നമസ്കാരം സാറേ. നമസ്കാരം. എനിക്ക് പറയാനുള്ളത്, എനിക്ക് രാഷ്ട്രീയത്തിന്റെ ഭാഗം അവിടെ നിൽക്കട്ടെ. പോലീസ് ചെയ്ത് തെറ്റോ ശരിയാണെന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. പോലീസ് അന്ന് അവിടെ കണ്ടത് നമ്മളെല്ലാവരും കണ്ടതാണ്. അതുപോലെ തന്നെ പിങ്ക് പോലീസിന്റെ ഇതിന്ന് വരെ പ്രതികളെ ഇറക്കി കൊണ്ടുപോയി DCC ഓഫീസിലേക്ക് അന്ന് പോലീസ് കയറാൻ നിന്നപ്പോ നിങ്ങൾ ധൈര്യം ഉണ്ടെങ്കിൽ ഇവിടേക്ക് കയറ് എന്ന് പറഞ്ഞ് അന്നുണ്ടായ സംഗതികളൊക്കെ നമുക്കറിയാം. ഇതിലാകെ കൂടി എല്ലാ പ്രതികരണങ്ങളിലും വരുന്ന ഇവർ തെറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് പറയുന്നു. ഈ സമയത്തിന്റെ ഭാഗം മാത്രമാണ് വ്യത്യസ്തമായിട്ട് പറഞ്ഞത്. കോടതി പറഞ്ഞിട്ടില്ലല്ലോ ഇത് നിയമാനുസൃതമാണോ അറസ്റ്റാണോ എന്ന്. കോടതി പോലും ഇന്ന് കോടതി അതിനെ പ്രതികരിച്ചിട്ടില്ലല്ലോ. അത് നിയമാനുസൃതമല്ല ആ അറസ്റ്റ് എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ പോലീസ് ചെയ്തത് നിയമാനുസൃതമായിട്ടുള്ള കാര്യങ്ങളാണ്. അതിപ്പോ AR റഹീം ആയിക്കോട്ടെ, ഏത് പാർട്ടിക്കാരായിക്കോട്ടെ, പോലീസിന്റെ നെഞ്ഞത്ത് വന്നിട്ട് 4.5 മണിക്കൂർ നേരം പോലീസിനെ അവിടെ ബന്ദികളാക്കി നിർത്തിയിട്ട് ഈ വക കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനെ ഒന്നും പറയാതെ ഈ പറഞ്ഞ ആളെ ഇന്ന സമയത്ത് പോയിട്ട് എന്തിനാ അറസ്റ്റ് ചെയ്തെന്ന് അതാണ് പറയണേ. പോലീസിനെ അന്ന് നിങ്ങൾ ചെയ്തിരുന്ന് കാണണം. തലയ്ക്ക് ഹെൽമറ്റും ഇതൊക്കെ അടിച്ച് പരത്തി കേരളത്തിലെ ഏത് പാർട്ടി ഭരിച്ചാലും ശ്രീ സുരേന്ദ്രൻ, എല്ലാ പാർട്ടികളും ഭരിക്കുമ്പോൾ എതിർ പാർട്ടിയിൽ നിൽക്കുന്ന ആളുകൾ സമരം ചെയ്യുമ്പോൾ ഈ പോലീസുകാർ എല്ലാ കാലത്തും സമരക്കാരോട് പോലീസുകാർ ചെയ്ത ക്രൂരതയൊന്നും കേരളത്തിലെ ഇടതുപക്ഷമായാലും UDF ആയാലും അവരൊന്നും തിരിച്ചു പോലീസിനോട് ചെയ്തിട്ടില്ല. ഏത് രാഷ്ട്രീയ പാർട്ടി ആയിക്കോട്ടെ, ഞാൻ പറയണു ഗോവിന്ദ മാഷ ആയിക്കോട്ടെ, ആരായിക്കോട്ടെ, പോലീസിന്റെ നെഞ്ഞത്ത് കയറിയിട്ട് 4.5 മണിക്കൂർ പോലീസിനെ ബന്ദിയാക്കി നിർത്തിയിട്ട് ഈ പറഞ്ഞ ആളെ അന്ന് തന്നെ കസ്റ്റഡിയിൽ എടുക്കണ്ടായിരുന്നു. എവിടെയാണ് സുരേന്ദ്രൻ 4.5 മണിക്കൂറൊക്കെ ഇവർ പോലീസിനെ ബന്ദിയാക്കി നിർത്തിയത്? ബന്ദിയാക്കി എന്ന് പറഞ്ഞാൽ അന്ന് പോലീസ് ഒന്നും ചെയ്തില്ലല്ലോ. പോലീസിന് അന്ന് ആ ഷീൽഡുകൾ മുഴുവൻ അടിച്ചെടുത്ത് 4.5 മണിക്കൂർ നിങ്ങൾ ലൈവ് കാണിച്ചില്ല. 4.5 മണിക്കൂർ അന്ന് എത്ര നേരം പോലീസിനെ എന്ത് ചെയ്തു? അവര് അത്ര ആത്മാർത്ഥമായിട്ട് അവർ ഒന്നും ചെയ്യാതെ നിന്ന പോലീസ് അന്ന് ഇതേവരെ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരു പോലീസിനെ നിങ്ങൾ സുരേന്ദ്രൻ,
കേരളത്തിൽ LDF ഭരിക്കുമ്പോഴും UDF ഭരിക്കുമ്പോഴും വലിയ സമരങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പോഴൊക്കെ പോലീസുകാർ ഈ മട്ടിലൊക്കെയുള്ള പ്രതികരണങ്ങൾ പോലീസുകാർ പലപ്പോഴും സമരക്കാരെ ഇതിൽ ക്രൂരമായി UDF-ന്റെ കാലത്തും LDF-ന്റെ കാലത്തും ഒക്കെ സമരക്കാരെ ക്രൂരമായി ആക്രമിച്ചിട്ടുള്ളവർ തന്നെയാണ് ഈ പോലീസുകാർ. ചോദിച്ചാൽ മതി പോലീസിന്റെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുണ്ടോന്ന് സിന്ധു ജോയിനോട് ഇവരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് കിട്ടും. നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഞാൻ പറയണ അതാണ്, പോലീസിനെ ആക്രമിച്ചു കഴിഞ്ഞാൽ ഇതേമാതിരി തന്നെ ബെഡ്റൂമിലല്ല എവിടെയാണോ പ്രതി എന്ന് വെച്ചാൽ അയാളെ കസ്റ്റഡിയിൽ എടുക്കണം. അത് നിയമാനുസൃതമാണല്ലോ. സുരേന്ദ്രൻ ഇല്ലാത്ത കൂടിയ അവകാശങ്ങളൊന്നും കേരളത്തിലെ പോലീസിനൊന്നും ഇല്ല. പോലീസിനെ ആക്രമിച്ചാൽ കസ്റ്റഡിയിൽ എടുക്കണം. സുരേന്ദ്രനെ ആക്രമിച്ചാൽ കസ്റ്റഡിയിൽ എടുക്കുന്നതിനേക്കാൾ കൂടിയ അവകാശം ഈ പോലീസുകാരനൊന്നുമില്ല. സാറ് തെറ്റാ, സാറിന് പറയണത് തെറ്റാ. എനിക്കില്ലാത്ത അവകാശം പോലീസിനുണ്ട്. സാറിന് വെറുതെ തെറ്റിദ്ധരിക്കുക. എന്ത് അവകാശമാണ് അവർക്കുള്ളത്? അഡീഷണലായി ഉണ്ട്. സാറ് വെറുതെ പറയാ എന്ത് അവകാശമാണുള്ളത് എന്ന് ചോദിച്ചാൽ അതാണ് സാറ് പറയണ്ട. എനിക്കില്ലാത്ത അവകാശം പോലീസിനുണ്ട്. ഞാനതാ ചോദിച്ചത്. സുരേന്ദ്രൻ അറിയാമെങ്കിൽ അത് എന്ത് അവകാശമാണ് അവർക്ക് കൂടുതലായി ഉള്ളത്? അതെ, പോലീസ് അതായത് നിയമാനുസൃതം അവർ ഈ അറസ്റ്റ് രേഖപ്പെടുത്തി അയാളെ കസ്റ്റഡിയിൽ എടുക്കാനുള്ള അവകാശം പോലീസിനുണ്ട്. അതുണ്ട്. ഞാനതല്ല പറഞ്ഞത്. സുരേന്ദ്രൻ പറഞ്ഞത് പോലീസുകാരുടെ നെഞ്ചത്ത് കയറിയാൽ പോലീസുകാർ വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞാൽ എന്റെയോ സുരേന്ദ്രന്റെയോ നെഞ്ചത്ത് കയറിയാൽ ചെയ്യേണ്ട അതേ നടപടി പോലീസുകാരന്റെ നെഞ്ചത്ത് കയറിയാൽ ഒരേ നടപടി തന്നെയാണ്. അല്ല പോലീസുകാരനെ ചെയ്താൽ ചില നാട്ടുകാരൊക്കെ പറയുന്ന പോലെ. തൃശ്ശൂർ ഇവിടെ ഒരു ചെത്ത് തൊഴിലാളി സമരം ഉണ്ടായിരുന്നു. ഇവിടെ ചെത്ത് തൊഴിലാളി സമരം നടന്നിട്ട് എന്താ ഉണ്ടായെന്ന് നമുക്കറിയാം. അന്ന് എല്ലാവരും വീട്ടിൽ കയറിയിട്ട് തന്നെയാണ് ഇതേമാതിരി തന്നെ പിടിച്ചാണ്. അന്ന് പോലീസിനെ ശരി, ഓക്കെ. താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. പോലീസിന്റെ നെഞ്ചത്ത് കയറിയാൽ ആളുടെ വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്യും എന്നൊക്കെയുള്ളതാണ് താങ്കളുടെ അഭിപ്രായം. എന്തായാലും അത് താങ്കളുടേതായ അഭിപ്രായം. നമുക്ക് മറ്റ് പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ കൂടി കേൾക്കേണ്ടതുണ്ട്. ചെറിയ ഇടവേളയ്ക്ക് ശേഷം. സാധാരണ മാട്രിമോണി